ഹരിയാനയിൽ വീണ്ടും ദളിത് കൊലപാതകം. ഇത്തവണ കൊല്ലപ്പെട്ടത് 14 വയസ്സുകാരൻ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും മനു ശങ്കരൻ ചേരുകയാണ്. മനു, എപ്പോഴാണ് സംഭവം? ആരാണ് പ്രതികൾ? മറ്റു വിവരങ്ങൾ? ജോർജറ്റ്, ഹരിയാനയിൽ ദളിത് കുടുംബത്തിലെ 2 പിഞ്ചു കുട്ടികളെ ചുട്ടുകൊന്ന സംഭവത്തിന്റെ നടുക്കം വിട്ടുമാറും മുമ്പാണ് ഇപ്പോൾ 14 വയസ്സുകാരനായ ബാലനെ പോലീസുകാർ തന്നെ തല്ലിച്ചതച്ചു കൊന്നുവെന്ന വാർത്തകൾ കിട്ടുന്നത്. ഹരിയാനയിലെ തന്നെ സോണിപ്പട്ടിലെ ഗുഹാന പോലീസ് സ്റ്റേഷനിലാണ് ഈ ബാലനെ പ്രാവ് മോഷ്ടിച്ചു എന്ന പേരിൽ പോലീസ് പിടികൂടിയത്. തുടർന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട പോലീസിന് വീട്ടുകാർ കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് സ്റ്റേഷനിലിട്ട് തന്നെ തല്ലിച്ചതയ്ക്കുകയും തുടർന്ന് ഗുഹാന പോലീസ് സ്റ്റേഷൻ അതിർത്തിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ ഈ കുട്ടിയുടെ മൃതദേഹം ഇന്ന് രാവിലെയോടുകൂടി കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് പ്രതിഷേധർഹരായ ഗ്രാമവാസികൾ ഈ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. തുടർന്ന് റോഡിൽ ഗതാഗത സ്തംഭനമുണ്ടായതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഇവർക്ക് നേരെ ലാത്തി വീശുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ ആദ്യം പോലീസ് തുടർന്നിരുന്ന നിലപാട് ഇവരെ ആദ്യം തന്നെ ഈ കുട്ടിയെ വിട്ടുകൊടുത്തിരുന്നതാണ് എന്നാണ്. എന്നാൽ കൂടുതൽ പ്രാഥമിക അന്വേഷണത്തിന് കമ്മീഷണർ ഉത്തരവിട്ടു എന്നുകൂടി അറിയാൻ സാധിക്കുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസുകാരെ അന്വേഷണ വിധേയമായി സുഭാഷ് അശോക് എന്ന 2 SI-മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നു. എന്തായാലും ദളിത് കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ നടുക്കം വിട്ടുമാറും മുമ്പാണ് ഇത്തരത്തിൽ 14 വയസ്സുകാരനായ ബാലനെ കൂടി പോലീസ് കൊന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. മനു, പോലീസുകാരെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുമ്പോൾ തന്നെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഏതെങ്കിലും സംഘടനകളുടെ ഇടപെടൽ ഈ കൊലപാതകത്തിലേക്ക് ഉണ്ടോ? അത്തരത്തിൽ സംശയിക്കാമോ? ജോർജറ്റ്, ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ദളിതർക്കെതിരെ പോലീസുകാരുടെ ആക്രമണം സ്ഥിരമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദളിതരെ കേസുകളിൽ കുടുക്കുന്നതിൽ പോലീസിന് പ്രത്യേക പ്രാവീണ്യം ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച നാട്ടുകാരുടെ സ്ഥിരം പ്രതിഷേധം ഇവിടെ പ്രകടമായിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പോലും തയ്യാറല്ലായിരുന്നു എന്നുകൂടി വ്യക്തമാകുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ഈ ബാലനെ പോലീസുകാർ പിടികൂടിയത്. പ്രാവ് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പോലീസുകാർ ഈ ബാലനെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചത്. തുടർന്ന് ഒരു ദിവസത്തോളം ഈ ബാലനെ കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തു. എന്നാൽ വീട്ടുകാരോട് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു എന്നും ബാലന്റെ തന്നെ വീട്ടുകാർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ കൈക്കൂലി നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇതിന്റെ പ്രതികാരം വീട്ടുകയായിരുന്നു പോലീസുകാരെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. എന്തായാലും തുടർന്ന് ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു ഈ ബാലന്റെ മൃതശരീരം ഗുഹാന പോലീസ് സ്റ്റേഷൻ അതിർത്തിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ രോഷാകുലരാകുകയും ബാലന്റെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തുകയുമായിരുന്നു. ഒടുവിൽ ഈ പ്രതിഷേധത്തിൽ വഴങ്ങിയാണ് ഇപ്പോൾ 2 SI-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജോർജറ്റ്, ദില്ലിയിൽ നിന്ന് മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മോദി ഭരണത്തിൽ രാജ്യത്ത് ദളിതർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ വൻ വർധനവ്. 10,000-ൽ പരം കേസുകളുടെ വർധനവാണ് ഇക്കഴിഞ്ഞ വർഷമുണ്ടായത്. 2014-ൽ മാത്രം ഹരിയാനയിൽ 21 ദളിതരാണ് സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാരുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് കണക്കുകൾ. NDA അധികാരത്തിലേറിയ ശേഷം ദളിതർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ വൻ വർധന ഉണ്ടായെന്നതിന്റെ രേഖകളാണ് പുറത്തുവന്നത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് കണക്കുകൾ. ദളിതർക്ക് നേരെ 33,655 കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നത് 2014 ആയപ്പോഴേക്കും 47,064 വർദ്ധിച്ചു. 10 സംസ്ഥാനങ്ങളിൽ 24% ദളിത് ആക്രമണ കുറ്റകൃത്യങ്ങളിലെ വർധന. എല്ലാ സംസ്ഥാനങ്ങളിലും ദളിതർക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിക്കുകയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജസ്ഥാൻ, ഹരിയാന, UP, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളാണ് ദളിത് ആക്രമണത്തിന്റെ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ. UPയിൽ 12,000-ഓളം കേസുകൾ രേഖപ്പെടുത്തി. രാജസ്ഥാനിൽ ഇക്കഴിഞ്ഞ വർഷം മാത്രം 66% ദളിതർക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. മധ്യപ്രദേശിൽ 49% കുറ്റകൃത്യങ്ങൾ ഉയർന്നു. കേരളത്തിൽ 26%-ഓളം ദളിത് ആക്രമണങ്ങളുടെ വർധനവും രേഖപ്പെടുത്തി. ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം 32%-ഓളം വർദ്ധിച്ചതായും ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ദളിത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയ പേരിൽ 2233 കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. RSS പിന്തുണയുടെ ധൈര്യത്തിൽ മേൽജാതിക്കാരുടെ പീഡനങ്ങൾ സ്ഥിരമാണെന്ന് ഹരിയാനയിലെ ദളിത് കുടുംബങ്ങൾ. ദളിത് പെൺകുട്ടികളെ രജപുത് വിഭാഗം ലൈംഗികമായി ചൂഷണം ചെയ്യാറുണ്ടെന്നും സ്ത്രീകൾ പീപ്പിൾ TVയോട് വ്യക്തമാക്കി. റിപ്പോർട്ടിലേക്ക്. 6 പോലീസുകാർ കാവൽ നിന്ന സ്ഥലത്താണ് സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാർ 2ഉം 5ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ദളിതർക്ക് നേരെയുള്ള ആക്രമണം ശക്തമായതിനെ തുടർന്നാണ് സ്ഥലത്ത് പോലീസിനെ ഏർപ്പാടാക്കിയത്. എന്നാൽ സംഘപരിവാർ കൂട്ടാളികൾ ദളിത് കുടുംബത്തിന് തീയിട്ട സമയത്ത് പോലീസുകാർ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷരായത് സംശയം ജനിപ്പിക്കുന്നു. That night there was a jagran going on here.
the police left their posts and went to attend the Jagran. And at that very time, they came and burnt the house. That means there's a connivance between the administration, the police and the criminals. കടുത്ത പ്രതിഷേധമുയർന്നിട്ടും 11 പ്രതികളിൽ 3 പേരെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. RSS ഭീഷണിയിൽ ഗ്രാമങ്ങളിൽ കഴിയുന്ന ദളിത് കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനായി മേൽജാതിക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു. फिर आप घर पे आए 2-3 महीना हुए बस घर आए अब इतने सोते सोते ठोक दिया ढोर भूखे मर गए ना रोटी इन्होंने कमान दे ना खान दे या साहपुरा गांव में मंजूरी करिए हमारे घर कई बार इन्होंने पूरा भाईटो पर की साल में इन्होंने हमारे घर दिन काटे. സംഘപരിവാർ പിന്തുണയുള്ള പ്രതികൾക്ക് മനോഹർലാൽ ഖട്ടറുടെ പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നും പരാതി നൽകിയാൽ ദളിത് സ്ത്രീകളെ കേസിൽ ചുമത്തുകയാണെന്നും ഗ്രാമീണർ പറയുന്നു. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആനത്താരി പണിയാനുള്ള നീക്കം വിവാദമാവുകയാണ്. മാവേലിക്കര സബ് ഡിവിഷന്റെ കീഴിലുള്ള 15 ക്ഷേത്രങ്ങളിലാണ് ആനത്താരി പണിയുക. ഇവിടെ 2 മാത്രമാണ് ആനകളുള്ളത്. ആനകളില്ലാത്ത ക്ഷേത്രങ്ങളിൽ ആനത്താരി പണിയുന്നതിന് പിന്നിൽ കോടികളുടെ അഴിമതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ആലപ്പുഴ ബ്യൂറോ നൽകുന്ന റിപ്പോർട്ടുമായി ഇന്ന് ഇവിടെ പറയുന്നു. നമസ്കാരം. ശബരിമല ദേവസ്വം ബോർഡിന്റെ കീഴിൽ മാവേലിക്കര ഡിവിഷനിലെ 15 ക്ഷേത്രങ്ങളിലാണ് ആനയെ പാർപ്പിക്കാൻ സൗകര്യമൊരുക്കാനെന്ന പേരിൽ ആനത്താരികൾ പണിയാൻ ടെൻഡർ നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ആനകളുള്ള ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ആനത്താരികൾ പണിയുന്നത്. എന്നാൽ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ള ഈ 15 ക്ഷേത്രങ്ങളിൽ 2 മാത്രമാണ് നിലവിൽ ആനകളുള്ളത്. ഒരു ആനത്താരി പണിയുന്നതിന് 25 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വരുന്നത്. 3 മാസവും 6 മാസവും കൊണ്ട് പണി പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം സുഭാഷ് ബാസുവിനാണ് മരാമത്ത് പണിയുടെ ചുമതല. ആനകളില്ലാത്ത ക്ഷേത്രത്തിൽ ആനത്താരി പണിത് കോടികളുടെ അഴിമതി നടത്താനാണ് ദേവസ്വം ബോർഡ് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. ഇതിനെതിരെ ദേവസ്വം വിജിലൻസിന് പരാതി നൽകാനൊരുങ്ങുകയാണ് വിശ്വാസികൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.